ഭയം, ഭക്തി, ബഹുമാനം, ബബ്ബബ്ബ. നമ്മുടെ ദിലീപേട്ടൻ്റെ ഏറ്റവും പുതിയ ചിത്രം. വിനീത് ശ്രീനിവാസനുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം ലാലേട്ടനും ഇതിനകത്തൊരു കെമിയോ റോളിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കാണാം. ഓക്കെ, എന്തോ ഒരു പാട്ടിടുന്നു. നമസ്കാരം. ഊഫ്. നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തന്നിമത്ത കെട്ടിയും പോലെ മാഡ്നസ്. ഓ, അണ്ണനുണ്ടോ? ഇത് കലക്കിയേ പറ്റൂ. ഓ വീണ്ടും സന്ധിക്ക് പറയ്ക്കും വണക്കം. ഓ അതിപ്പോ പറയാൻ കഴിയില്ല. ഓ അത് ആക്ച്വലി ഒരു ട്രോളാണ്. ഇതെന്ത്? ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർട്ടനിടും. അതായിരുന്നു ഞാൻ കാത്ത് എന്റെ കംബാക്ക് മൊമെന്റ്. വേർ ഈസ് അവർ ലാലേട്ടൻ? അവനും അണ്ണനും ഒരുമിച്ച് ആൻഡ് അതൊരൊന്നൊന്നര കാലമാണ്. ദ റിയൽ ഓജി മോഹൻലാൽ. ഇതൊരു എക്സ്റ്റെൻഡഡ് കെമിയോ സെറ്റപ്പ് ആണല്ലോ. മതി മതി മതി, ഇന്നും കൊഞ്ചം വേണമാ. നോ ലോജിക്, ഒൺലി മാഡ്നസ്. ആക്ച്വലി എനിക്കൊന്ന് ഇത് ഒരുപാട് നമ്മുടെ ഈ മീമുകളും ആ സാധനങ്ങളൊക്കെ ഒരു റീക്രിയേഷൻ സെറ്റപ്പിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് തോന്നി. അതായത് നമ്മളെ കണ്ടുള്ള നമ്മുടെ ദേവ്ജിയുടെ ഒക്കെ ഒരു സെറ്റപ്പൊക്കെ എനിക്കറിയാം, പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ആ സാധനമൊക്കെ റീക്രിയേഷൻ പോലെയാണ്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ. അതായത് ഇതിനൊരു ലോജിക്ക്. ലാലേട്ടൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പടത്തിന് അങ്ങനെ ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ ചിന്തിച്ചൊന്നും ഈ പടത്തിന് കയറണ്ട. അങ്ങനത്തെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ലോജിക്കില്ലാത്ത ഒരു പടം. അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മുടെ ഫഹീമും നൂറിനുമാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും അതിനകത്തൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഒരു പുതിയ ഒരു ഫ്രഷ് ആയിട്ടൊരു രീതിയിൽ ദിലീപേട്ടനെ അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. ഇതിനകത്ത് എനിക്ക് ആ ഒരു പഴയ ആദ്യം കണ്ട ടീസറിൻ്റെ കുറച്ചൊരു എക്സ്റ്റൻഡഡ് വേർഷൻ പോലെയാണ് തോന്നുന്നത്. പക്ഷേ മതി, ഈ ഒരു ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ തിയേറ്ററിൽ പോയാണല്ലോ കാണേണ്ടത്. ധനഞ്ജയ് ആണ് ആക്ച്വലി ഇതിൻ്റെ ഒരു ഡയറക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു വർക്ക്. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള വിജയങ്ങളായ ദിലീപേട്ടൻ്റെ പടങ്ങളാണെങ്കിൽ പോലും ഒരു പ്രോപ്പർ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു പഴയ ഒരു വിൻറ്റേജ് ടൈമിലുള്ളൊരു ദിലീപേട്ടൻ്റെ പടങ്ങളുണ്ട്. ആ ഒരു വൈബിലേക്ക് റീസെൻ്റ്ലി വന്ന പടങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല. ഈ ഒരു പടത്തിന് വിഷ്വൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി അതിൻ്റെ ഒരു കളർ ടോണൊക്കെ പിടിച്ചേക്കുന്ന ഒരു രസമുണ്ട്. പിന്നെ ഒരു നല്ലൊരു ഫ്രഷ് ലുക്കിൽ നമ്മുടെ ദിലീപേട്ടനെ കണ്ട് അതൊരു വലിയതാണ്. എൻ്റയർ കാസ്റ്റ്, നമ്മുടെ ദിലീപേട്ടനായിക്കോട്ടെ, വിനീത് ശ്രീനിവാസനായിക്കോട്ടെ. വിനീത് ശ്രീനിവാസൻ എനിക്ക് തോന്നുന്നൊരു ഒരു വില്ലൻ സെറ്റപ്പാണോ അതോ ഒരു ഈക്വൽ അങ്ങനത്തെ എന്തോ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായ കഥാപാത്രം നമ്മുടെ ധ്യാൻ, പിന്നെ ഓഫ് കോഴ്സ് എടുത്തു പറയേണ്ട ലാൽ. ഈ ഒരു പടത്തിൻ്റെ ഒരു നോർമലി നിന്നൊരു ഹൈപ്പിനെ വേറെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോയത് ലാലേട്ടനാണ്. ആക്ച്വലി ലാലേട്ടൻ്റെ ഈ 2025 എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ഒരു വർഷമായിരുന്നു. അപ്പോൾ ഇതുകൂടെ ഒന്ന് കറക്റ്റായി കഴിഞ്ഞാൽ എന്താവുമെന്ന് ഞാൻ ആക്ച്വലി ഒരു കുഞ്ഞൊരു സെഗ്മെൻറ്റ് മാത്രമേ കാണുമെന്ന് വിചാരിച്ചുള്ളൂ. പക്ഷേ ഇത് കുറച്ച് നേരമുണ്ട്. എനിക്കൊന്നൊരു എക്സ്റ്റൻഡഡ് കെമിയോ സെറ്റപ്പാണ്. അത് കൊള്ളാം. ദിലീപേട്ടൻ ആൻഡ് നമ്മുടെ ലാലേട്ടനെയും കൂടെ ഒരുമിച്ച് സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് തന്നെ വേറെ വൈബാണ്. ഒരു സസ്പെൻസുകളൊക്കെ ഉറപ്പിച്ച് ഒരു ടൈം ട്രാവൽ എന്നൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അതിൻ്റെ ഒരു എലമെൻ്റ് ഒന്നും ഈ ഒരു അതായത് നമ്മുടെ ഗില്ലി സിനിമയായിട്ട് എന്തോ കണക്ഷനൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ട്രെയിലറിനകത്തും ടീസറിനകത്തും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരുടെ ഒരു പോസ്റ്ററിനകത്തൊരു ചെറിയ പരിപാടി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രെയിലറിനകത്ത് അത് കണ്ടില്ല. എന്നാൽ പോലും അതൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ. അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ഈ ഒരു പടം കാണാൻ പോകുമ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നോ ലോജിക്കാണ്. ലോജിക്കിനെ പറ്റി ഇതിങ്ങനെ വരുമോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമുള്ളൊരു പടമല്ല.
പഴയൊരു വിൻറ്റേജ് ദിലീപൻ്റെ ഒരു സെറ്റപ്പിലുള്ളൊരു പടമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഒരു ഫാമിലിക്കും കൂടെ, ഫാമിലി പ്ലസ് യൂത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു എൻ്റർടൈനർ. അതാണ് ഞാൻ ഈ ഒരു പടം കൊണ്ട് ഞാൻ എക്സൈറ്റഡ് ആയിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് ടീമിന് എല്ലാവർക്കും. ഒരു അഡ്വാൻസ് 18th നമ്മുടെ ഡിസംബർ 18th നെക്സ്റ്റ് വീക്കാണ് റിലീസാകുന്നത്. സോ എക്സൈറ്റഡ് ആണ്. നല്ലൊരു ട്രെയിലർ. നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയാം.